ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ കെ.സി. മാമൻ, ലോകോത്തര ശില്പി ഏറ്റവും ബഹുമാനപ്പെട്ട കാനായി കുഞ്ഞിരാമൻ, സുകുമാർ അഴീക്കോട് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പോൾ മണനെ, ഏറ്റവും ആദരണീയരായ വൈദികരെ, ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, സുകുമാർ അഴീക്കോട് സാറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ രൂപം നൽകിയ ഈ ഒരു സുകുമാർ അഴീക്കോട് ട്രസ്റ്റ്, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം നടത്തുന്ന പ്രഭാഷണ പരമ്പര, ആധുനിക വിചാരശില്പികൾ എന്ന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതിനും അവസരം ലഭിച്ചത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ പൂർണ്ണമായ ഒരു അർപ്പണത്തോടുകൂടി, അതിലുപരി പൂർണ്ണമായ ഒരു ശിഷ്യൻ്റെതായ എല്ലാവിധമായ മനോഭാവങ്ങളോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ, അഴീക്കോട് സാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന പ്രവർത്തനങ്ങളായി മുമ്പോട്ട് പോകുന്ന ശ്രീ പോൾ മണലിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക ആണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് തോന്നുന്നു. അഴീക്കോട് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേദിയിൽ എന്നോട് ശ്രീ പോൾ മണലിൽ നിർദ്ദേശിച്ചത് അഴീക്കോട് സാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രഭാഷണം എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആണ് സത്യത്തിൽ അഴീക്കോട് സാറുമായി ഒരു ബന്ധം ആരംഭിക്കുന്നത്. ഗവേഷണത്തിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ഗവേഷണ മേഖല സി.വി. രാമൻപിള്ളയുടെ ചരിത്ര നോവലുകൾ ആയിരുന്നു. ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ തന്നെ അഴീക്കോട് സാറുമായിട്ട്, അഴീക്കോട് സാറിലെ അധ്യാപകനുമായി സംവദിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പോൾ മണലിൽ ഉൾപ്പെടെ ഞങ്ങൾ അഴീക്കോട് സാറിൻ്റെ ഒരു ശിഷ്യ പരമ്പര എന്ന നിലയിൽ നവഭാരത വേദിയുമായി വളരെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് ഭാഗ്യം സിദ്ധിക്കുകയുണ്ടായി. സുകുമാർ അഴീക്കോട് സാറ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനപ്പുറത്തേക്ക് അഴീക്കോട് സാറിലെ ഒരു സാമൂഹിക ചിന്തകനെയോ സാമൂഹിക പരിഷ്കർത്താവെന്ന് നമ്മളെ വിളിച്ചിട്ട് അത്രയും ഒരു ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു സാമൂഹിക ചിന്തകനെ കുറിച്ച് വളരെ ഉറച്ച ബോധ്യങ്ങളോടുകൂടി കേരളീയ സമൂഹത്തെ വിശകലനം ചെയ്ത ഒരു സാമൂഹിക വിഷകുരൻ എന്ന നിലയിൽ അഴീക്കോട് സാറിൻ്റെ ചിന്തകളെ അടുത്ത് അറിയുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം 2003 മുതൽ 2014 വരെയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ IT എഡ്യൂക്കേഷന്റെ ഡയറക്ടറായി നിലനിന്ന കാലത്ത് ഞങ്ങളുടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടി, ദൂരദർശന് വേണ്ടി നവോത്ഥാന ശില്പികൾ എന്ന പരമ്പരയിൽ കേരളത്തിലെ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ സംഭാവന ചെയ്ത വിലപ്പെട്ട 100 വ്യക്തിത്വങ്ങളെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യുന്നതിനുള്ള അവസരം. അതിലൊരാളായി അഴീക്കോട് സാറിനെ തിരഞ്ഞെടുക്കുന്നതിനും സാറിന്റെ ഏതാണ്ട് സായംകാലങ്ങളിൽ ഈ ഡോക്യുമെന്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും 30 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി പൂർത്തിയാക്കുന്നതിനും അതിന്റെ സ്ക്രിപ്റ്റ് രചിക്കുന്നതിനുമെല്ലാമുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20 ദിവസത്തോളം സാറുമായി ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്നതിനുമുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അപ്പൊ അവിടെ നമ്മൾ പുറമേ കാണുമ്പോൾ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ഒരു സാഹിത്യ നിരൂപകനോ സാഹിത്യ ചിന്തകനോ, മറുവശത്ത് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നത് നമ്മൾ സാഗരഗർജനമെന്ന് വിശേഷിപ്പിച്ചു പോകുന്ന സുകുമാർ അഴീക്കോടിന്റെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങൾക്കോ അപ്പുറത്തേക്ക് ജീവിതത്തെ വളരെ
അതിന്റെ ആഴത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് മന്ദഹസിക്കുന്ന ഒരു പക്വതയായ ഒരു മുനിയുടെ, ഒരു ഋഷിയുടെ വ്യക്തിത്വമാണ് എനിക്ക് അഴീക്കോട് സാറിലെ ഏറ്റവും അവസാന കാലത്തിൽ കാണുവാൻ സാധിച്ചത്. ജീവിതത്തിന്റെ നേരെ നോക്കി സാറ് വേദികളിൽ സദസ്യരെ ഇങ്ങനെ ഒന്നടങ്കം തന്റേതായ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ ചിരിപ്പിക്കുന്ന അഴീക്കോട് സാർ സ്വന്തം ജീവിതത്തെ നോക്കിയും ജീവിതത്തിന്റെ ഒറ്റപ്പെടലിനെ നോക്കിയും സാറിന് സ്വയം പരിഹസിക്കുവാൻ, തന്നെ പരിഹസിക്കുവാനുള്ള ഒരു നിർമ്മമതയിലേക്ക്, ഒരു മുനിയുടേതായ എല്ലാവിധമായ ഒരു ഭൗതികതയും വെടിഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് സാറ് കടന്നുപോയിരുന്നുവെന്നും എനിക്ക് അടുത്ത് മനസ്സിലാക്കുന്നതിന് അവസരം ലഭിക്കുകയുണ്ടായി. ജീവിതത്തെ നോക്കിയുള്ള ഒരു ചെറിയൊരു മന്ദഹാസമോ ഒരു പൊട്ടിച്ചിരിയോ ആയിരുന്നു സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവസാന കാലത്ത് കണ്ടത്. അപ്പോൾ ഇവിടെ അഴീക്കോട് സാറിനെ നമ്മൾ പുറമേ കാണുന്നത് കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നുവെന്നുള്ള കൃതിയിൽ ആരംഭിച്ചു തത്വമസിയിലൂടെ അതിന്റെ മറ്റൊരു ഭാവതലത്തിലേക്ക് കടന്നുപോയി ഖണ്ഡനങ്ങളിലൂടെ സാഹിത്യത്തിന്റെയും സാഹിത്യചരിത്രത്തിന്റെയും പൂർവകാലങ്ങളെ ഒന്ന് പൊളിച്ചെഴുതുവാൻ സാറ് നടത്തിയ ശ്രമങ്ങളെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ മലയാളത്തിലെ കുട്ടിക്കൃഷ്ണമാരാർക്ക് ശേഷം നിരൂപകന്റെ ഒരു പക്ഷപാതം ഏതു സാഹിത്യ ശാഖയെ സംബന്ധിച്ചും ഏതു സാഹിത്യകാരനെ സംബന്ധിച്ചും സാഹിത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും സാഹിത്യകൃതിയെ സംബന്ധിച്ചും സാറിന് സ്വന്തം പക്ഷമുണ്ടായിരുന്നു എന്നും സ്വന്തം നിലപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ആ നിലപാടുകളിൽ ആദ്യന്തം ഉറച്ചു നിൽക്കുന്നതിനുള്ള ധീരത സാറിനുണ്ടായിരുന്നുവെന്നുള്ളതാണ് സാറ് എന്ന് പറയുന്ന നിരൂപകനെ മറ്റു നിരൂപകന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കേൾക്കുന്നവന്റെ എത്രമാത്രം അവൻ അരോചകമാണ് എങ്കിൽ അപ്രിയ സത്യമാണെങ്കിൽ സാഹിത്യ നിരൂപണത്തിലൂടെ അപ്രിയ സത്യങ്ങളെ തുറന്നു പറയുന്നതിനുള്ള ചങ്കൂറ്റം, ജീവിതത്തിന്റെ നിരൂപകനായി പേനയെടുക്കുന്ന തുലികയെടുക്കുന്ന ആദ്യകാലം മുതൽ തുലിക താഴെ വെക്കുന്ന അവസാന വെടിപ്പ് വരെയും സാറ് പ്രകടിപ്പിച്ചിരുന്നുവെന്നുള്ളത് മറ്റു സാഹിത്യ നിരൂപകന്മാരിൽ നിന്നും സാറിനെ വ്യത്യസ്തമാക്കുന്നു. ആരുടെയും സാഹിത്യകൃതിയെ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ളതായ വിമർശന വിധേയമാകേണ്ട അത് പലപ്പോഴും സാമൂഹികമായ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. അത് മൂല്യങ്ങളിലേക്ക് മാത്രം ഇറങ്ങി നിൽക്കുന്നതല്ല. പക്ഷപാത നിരൂപണത്തിൽ നമ്മൾ കാണുന്നത് ഒരു ലാവണ്യതലത്തിൽ നിന്നുകൊണ്ട്, ഈ ലാവണ്യതലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാറ് ജീവിച്ചിരുന്ന കാലഘട്ടം 922 നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ GS ഇലിയട്ടിന്റെ ഫോളോമാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ കാലത്താണ് സാറ് നിരൂപണത്തിലൂടെ കടന്നു പോകുന്നത്. മോഡേൺ മാൻ ഈസ് എ ഫോളോമാൻ, ഹി ഈസ് എ സ്റ്റഫ്ഡ് മാൻ. ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് ഉള്ളുകൊള്ളയായ മനുഷ്യനാണെന്ന്, അവന്റെ ഉള്ളിൽ നിന്ന് മാനുഷികതയുടെ, മനുഷ്യത്വത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹാനുഭൂതിയുടെ, അനുകമ്പയുടേതായ എല്ലാവിധ മൂല്യങ്ങളും തുരന്നെടുത്ത് കളഞ്ഞിട്ട് സ്വാർത്ഥതയുടെയും അക്രമത്തിന്റെയും ക്രൂരതയുടേതുമായ ഭാവങ്ങൾ കുത്തിനിറച്ച മുഖത്തൊരു പുഞ്ചിരിയുമായി പോകുന്ന പുതിയ മനുഷ്യന്റെ മുഖം അഴീക്കോട് സാറിന്റെ എല്ലാവിധമായ സാഹിത്യ നിരൂപണ കൃതികളിലും പ്രഭാഷണങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഒറ്റയുടെ ഡീഹ്യൂമനൈസേഷൻ ഓഫ് ദ സൊസൈറ്റി, ഡീഹ്യൂമനൈസേഷൻ ഓഫ് ആർട്ട് എന്നേക്കാൾ കൂടുതൽ കനായി സാറിന് അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയുവാൻ സാധിക്കും. അപമാനവീകരിക്കപ്പെട്ട സമൂഹത്തെ കുറിച്ച്, സൊസൈറ്റിയെ കുറിച്ച്, അപമാനവീകരണത്തിന് വിധേയമായ കലയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഏത് ആധുനികരും ആധുനിക സാഹിത്യത്തിന്റെ മൂല്യതലത്തിൽ നിന്നുകൊണ്ട്, മൂല്യതലങ്ങളിൽ നിന്നുകൊണ്ട് സാഹിത്യകൃതികളെ വിശകലനം ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ പറയുന്ന കലയുടെയും സാഹിത്യത്തിന്റെയും അപമാനവീകരണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അഴീക്കോട് സാർ തന്റെ സാഹിത്യ നിരൂപണ സൗകര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ തന്നെ നമ്മൾ കാണാറുണ്ട് കാഴ്ചക്കാർ, വഴിപോക്കർ കാണാതെ പോയ ഒരു വിലപ്പെട്ട രത്നത്തെ തിരഞ്ഞെടുത്ത് തുടച്ചു മിനുക്കി അവതരിപ്പിക്കുന്ന അഴീക്കോട് സാറിന് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും അഴീക്കോട് സാറിന്റെ കൃതിയിലെ കുമാരനാശാന്റെ സീതാകാവ്യത്തെ കുറിച്ച് നടത്തുന്ന ഒറ്റപ്പെട്ട ഒരു പഠനം എന്ന് പറയുന്നത്, വാൽമീകി രാമായണത്തിൽ വാൽമീകി
ഇട്ടിട്ട് പോയ ഒരു മൗനത്തെ വളരെ വാചാലമായി പൂരിപ്പിച്ചുകൊണ്ട് കടന്നുപോയ കുമാരനാശാന്റെ സാഹിത്യകൃതി എടുത്തു വെച്ച് എപ്രകാരമാണ് മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സാഹിത്യ നിരൂപണം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ആശാന്റെ സീതാകാവ്യമാണ്. ആശാന്റെ സീതാകാവ്യത്തിൽ അഴീക്കോട് സാർ ചെയ്തു വെച്ചിരിക്കുന്ന അത് ഏത് ഭാവതലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ വിശകലനം ചെയ്തിരിക്കുന്നത്? മനഃശാസ്ത്ര ബോധധാരയിലൂടെ കടന്നുപോയിട്ടാണോ? അത് സാമൂഹിക സോഷ്യോളജിക്കൽ ക്രിറ്റിസിസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണോ? ഏത് ആധുനികമായ സാഹിത്യ സിദ്ധാന്തങ്ങളെയും ഏത് മാനദണ്ഡം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും ഇത്രയും മനോഹരമായ ഒരു സാഹിത്യ നിരൂപണം മലയാള സാഹിത്യത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല. ഒരു കവിയുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആദ്യ കവിയിലേക്ക് കടന്നും കയറിയും ഇറങ്ങിയും നിന്നുകൊണ്ട് ആ സാഹിത്യത്തിന്റെ ഭാവതലങ്ങൾ ന്യൂനതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ ലാവണ്യാംശത്തെ തുടച്ചു മിനുക്കി അവതരിപ്പിച്ച് അഴീക്കോട് സാറിലെ ഒരു അധ്യാപകന് നിരൂപണം നടത്തിവെച്ചിരിക്കുന്ന ഒരു പഠനം എന്ന് പറയുന്നത് ഇന്ന് മലയാള നിരൂപണ ശാഖയിലെ ഒരു ഒറ്റപ്പെട്ട അമൂല്യ നിധിയായിട്ട് അവശേഷിക്കുകയാണ്. അപ്പൊ മുൻപ് കടന്നുപോയ ഒരു സാഹിത്യകാരന്റെ സാഹിത്യകൃതിയെ പിൻതലമുറയ്ക്ക് വേണ്ടി ഇത്രമാത്രം ലളിതമായി വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നതിന് മറ്റൊരു സാഹിത്യകാരനും സാധിച്ചിട്ടില്ല എന്നൊരു സാഹിത്യ വിദ്യാർത്ഥിയും അധ്യാപകനുമായി ജീവിച്ചു പോകുന്ന എനിക്ക് ഇപ്പോൾ ഈ വേദിയിൽ നിന്നുള്ള നിസ്സംശയം പറയുന്നതിന് സാധിക്കും. അപ്പോൾ അതാണ് സുമാർ അഴീക്കോട് സാറിലെ സാഹിത്യ നിരൂപകനെയും ആസ്വാദകനെയും നമ്മൾ തിരിച്ചറിയുന്നത്. മറ്റൊന്ന് അഴീക്കോട് സാറിൽ നമ്മൾ കാണുന്നത് അഴീക്കോട് സാറിന്റെ ഒരു മനോഹരമായ ഒരു ഭാഷയാണ്. അത് ഖണ്ഡനമാണെങ്കിൽ സാറിന്റെ ഭാഷയ്ക്ക് വരുന്ന ഒരു കരുത്ത് യുക്തിബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നുവെന്ന സാഹിത്യകൃതിയിൽ അക്കമിട്ട് ഓരോന്നും എടുത്തു വെച്ച സാഹിത്യകാരന്റെ സാഹിതീയമായ മൂല്യങ്ങളെയും മാനങ്ങളെയും എപ്രകാരമാണ് ഒരു കവിയുടെ വീഴ്ചകളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു പ്രതിഭാഗം വക്കീലിന്റെ യുക്തിബോധത്തോടു കൂടി ആ യുക്തിഭദ്രമായ ഒരു ഭാഷയിൽ ആ ഭാഷയ്ക്ക് കാഠിന്യമേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവതരിപ്പിക്കുന്ന അഴീക്കോട് സാറിന് സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അഴീക്കോട് സാർ ഇങ്ങേ എക്സ്ട്രീമിലേക്ക് വന്നു നിന്നുകൊണ്ട് തത്വമസിയിലൂടെ എത്രയോ മനോഹരമായി നമ്മുടെ മുമ്പിലേക്ക് വേദേതിഹാസങ്ങളെ വളരെ മനോഹരമായിട്ട് അതിന്റെ ലാവണ്യതലത്തെ ജാജ്വല്യമാനമായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഈശാവാസ്യം ഇതം സർവമെത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന വിജീത മാകൃത കസ്യസിദ്ധനം എന്ന് ആരംഭിച്ച് ഈശാവാസ്യ ഉപനിഷത്തിൽ ആരംഭിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന അവസാനമായിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അഴീക്കോട് സാർ എത്രയോ മനോഹരമായി ആ ഒരു ഇതിഹാസ പുരാണ ഉപനിഷത്തിന്റെ ആ സാരസത്തെ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു. അപ്പൊ അതുവരെയും നമ്മൾ പരിചയപ്പെടാത്ത മറ്റൊരു മുഖമുണ്ടായിരുന്നു. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വേദ ഇതിഹാസങ്ങളിൽ ഉപനിഷത്തുകളിലും ഇത്രമാത്രം മുഴുകി അതിന്റെ അങ്ങേയറ്റം വരെയും കോരിക്കുടിച്ച് അതിന്റെ സത്ത ഉൾക്കൊണ്ട മറ്റൊരു വിചാരശില്പിയെ കൂടി നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ അഴീക്കോട് സാറിന്റെ സാഹിത്യ നിരൂപണങ്ങളെ മുഴുവൻ ഒരു തട്ടിലും തത്വമസിയെ മറ്റൊരു തട്ടിലും വെച്ചാലും ഭാവി തലമുറ കൂടുതൽ അതിന് മൂല്യം കൽപ്പിക്കുന്നത്, ഭാരം കൽപ്പിക്കുന്നത് തത്വമസി എന്ന് പറയുന്ന ഈ ഒരു കൃതിയിലാണ്. മലയാളത്തിലെ ഒരു സാഹിത്യകാരനും ഇത്തരം ഒരു കൃതി രചിക്കുവാൻ സാധിക്കുകയില്ല. ഇത്തരം കൃതി രചിക്കുന്നതിനുള്ള മതാധിഷ്ഠിതങ്ങളായ പണ്ഡിതന്മാർക്ക്, വേദ ഇതിഹാസങ്ങളിലൂടെ കടന്നുപോയ മതപണ്ഡിതന്മാർക്ക് ഒരു പക്ഷേ തത്വമസ്യ പോലെ മൂല്യവത്തായ ഒരു കൃതി, ഒരു മതസാഹിത്യത്തെ അല്ലെങ്കിൽ ഒരു ധാർമ്മിക മൂല്യ അധിഷ്ഠിതമായ കൃതിയെ സംഭാവന ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ സാഹിത്യകാരൻ ഋഷി ആയിരിക്കണമെന്നും ഋഷിപ്രോക്തങ്ങളായ വചനങ്ങളെ ഉൾക്കൊള്ളണമെന്നും അതിനെ പുതുതലമുറയ്ക്ക് വേണ്ടി ലളിതമായിട്ട് വ്യാഖ്യാനിക്കണമെന്നും അഴീക്കോട് സാറിന് മാത്രമാണ് അത്തരം ഒരു ബോധവും ഉണ്ടായത്. അപ്പൊ എത്രയോ മനോഹരമായിട്ട്, എത്രയോ ലളിതമായി വർത്തമാനകാല സമൂഹത്തിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഇതുകൾ അഷ്ടാദശ പുരാണസ്യ എല്ലാ പുരാണങ്ങളിലൂടെയും 4 വേദങ്ങളിലൂടെ ഉപനിഷത്തുകളിലൂടെയും പറഞ്ഞു വെച്ച സാരസത്യയെ എടുത്തിട്ട് എത്രയോ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈശ്വരനെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന ഈശ്വരനെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരിൽ ഈശ്വരനെ കണ്ടെത്തുന്നതിനുള്ള വഴി കാണിച്ചു തന്നിട്ടാണ് അഴീക്കോട് സാറ് കടന്നുപോയത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യപ്പെടുന്നു. അഴീക്കോട് ട്രസ്റ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സേവനം എന്ന് പറയുന്നത് ഇതിന്റെ പരിഭാഷ തന്നെയാണ്. ഇത്രയും മൂല്യവത്തായ ഒരു കൃതി മറ്റൊരു സാഹിത്യകാരനും മലയാളത്തിൽ സംഭാവന ചെയ്തിട്ടില്ല. അപ്പൊ സാഹിത്യകൃതിയാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആദ്യ വായനയിൽ നമ്മൾ തന്നെ പറയാറുണ്ട്, ആദ്യത്തെ വായനയിൽ നമുക്ക് അതിന്റെ സാരാംശത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിച്ചില്ല. അത് അഴീക്കോട് സാറിന്റെ കുഴപ്പമല്ല, നമ്മുടെ ഭൗതിക തലം അതിനൊപ്പിച്ച് നമ്മൾ ട്യൂൺ ചെയ്തില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹോളോമാൻ എന്ന് പറയുന്ന പൊള്ളയായ മനുഷ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ വന്ന അപമാനവീകരണത്തിന്റെ തലങ്ങളെ മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ജ്ഞാനയോഗി ഈ ഇതിഹാസ പുരാണങ്ങളുടെ സാരസത്യയെ എടുത്തിട്ട്, വേദങ്ങളുടെ മുഴുവൻ സാരസത്യയെ എടുത്ത്, ഇതിഹാസങ്ങളുടെ മുഴുവൻ സാരസത്യയെ എടുത്തിട്ട് മലയാള സമൂഹത്തിന് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി, ചിന്തിക്കുന്നവർക്ക് വേണ്ടി, സുമനസ്സുകൾക്ക് വേണ്ടി അതിനെ വ്യാഖ്യാനം ചെയ്തു കൊടുത്തിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട് സമാന ഹൃദയർക്കായി പാടുന്നുവെന്ന് പിന്നീട് സുകുമാരി ടീച്ചർ പാടുന്നുണ്ട്. സത്യത്തിൽ അഴീക്കോട് സാറ് ചെയ്തത് സാറിന്റെ ഒരു ഡയമെൻഷൻ, നമ്മൾ പറയാറുണ്ട് ഒരു വൈഡർ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ടാണ് സാറ് ചിന്തിച്ചത്. സാർ എപ്രകാരം സമൂഹത്തെ കണ്ടു, സാർ എപ്രകാരം കേരളീയ സമൂഹത്തെ കണ്ടുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തത്വമസി എന്ന് പറയുന്ന കൃതിയിലൂടെയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയുന്നത് അർഹിക്കുന്ന അംഗീകാരം അഴീക്കോട് സാറിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മിത്രങ്ങളായിരുന്നോ ജീവിച്ചിരുന്നപ്പോൾ ചുറ്റുമുണ്ടായിരുന്നത്, അതോ അതിൽ കൂടുതൽ സാറിന്റെ വാക്കുകൾ, സാറിന്റെ സാഗര ഗർജനങ്ങളും സാറിന്റെ പ്രഭാഷണങ്ങളും ഒരുപക്ഷെ ഭരണ അധികാരികളുടെ മുമ്പിൽ ഒരിക്കലും പിരിക്കാത്ത ഒരു ശിരസും ഒരിക്കലും വളയാത്ത ഒരു നട്ടെല്ലും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ തത്വമസി എന്ന് പറയുന്ന കൃതിക്ക് ഇതിൽ 10 മടങ്ങ് ഉയരങ്ങളിലേക്ക് പോകാനുള്ളതായ എല്ലാവിധമായ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യതകളുടെ പിന്നാലെ പോകുന്നയാളായിരുന്നില്ല അഴീക്കോട് സാർ. അംഗീകാരങ്ങൾക്ക് വേണ്ടി പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്നയാളായിരുന്നില്ല. തന്റെ ഉയർന്ന ശിരസും നമിക്കാത്ത ശിരസും വളയാത്ത ഒരു നട്ടെല്ലുമായി സാർ മുമ്പോട്ട് പോയപ്പോൾ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ള പരമാർത്ഥം ഈ അഴീക്കോട് ട്രസ്റ്റ് അവരുടേതായ വേദികളിൽ തിരിച്ചറിയുമെന്ന് അതിനുള്ളതായ ആ സാറിന്റെ ഒരു കടന്നുപോകലിന് ശേഷമെങ്കിലും സാറിന്റെ കൃതികളെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക്, കേരളീയ സമൂഹത്തിന്റെ ഒരു പുനർവിചിന്തനത്തിലേക്ക് എത്തിക്കുന്നതിന് ഇത്തരം വേദികൾ സാധിക്കട്ടെ എന്നും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്നു, സാറ് എഴുതിപ്പോയ വാക്കുകളേക്കാൾ 10 മടങ്ങായിരുന്നു സാറ് സമൂഹത്തിൽ വേദികളിൽ പറഞ്ഞിട്ട് പോയ വാക്കുകൾ. എത്രയോ പ്രഭാഷണങ്ങൾ. ഒരിക്കൽ സാറ് തന്നെ പറയുകയുണ്ടായി, ഏതാണ്ട് 25,000 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്ന ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഏതു സാഹിത്യകാരനും 25,000 വേദികളിൽ പ്രസംഗിക്കുന്നതിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യായുസിൽ എത്ര വേദികളിൽ നമുക്ക് പ്രസംഗിക്കുവാൻ സാധിക്കും? എത്ര പ്രഭാഷണങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും? ഇത് വെറും പ്രഭാഷണങ്ങളല്ല. നമ്മുടെ നവഭാരത വേദിയുടെ കാലഘട്ടങ്ങളിലും മറ്റും ബഹുമാനപ്പെട്ട പോളിനും അറിയാം, എത്രയോ വേദികളിലൂടെയാണ് മനക്കിലാൽ സാറും എല്ലാം ഉൾപ്പെടെ ആൾക്കൂട്ടം എന്ന് പറയുന്ന സാറിന്റെ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി മാത്രം വളരെ അകലങ്ങളിൽ നിന്നും ആളുകൾ ഒത്തുകൂടിയിട്ട് 10,000ങ്ങളും ചിലപ്പോൾ അതിൽ കൂടുതലും ആളുകളാണ് സാറിന്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നീളുന്ന പ്രഭാഷണത്തിന് വേണ്ടി ചെവി കോർത്ത് കാത്തിരുന്നത്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വലിയൊരു പ്രഭാഷകനെ, വലിയൊരു ചിന്തകനെ, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഭാഷകനെ കൂടിയാണ് അഴീക്കോട് സാറിന്റെ ആ കടന്നുപോക്കിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. സാറിന്റെ ഈ ഒരു അഴീക്കോട് ട്രസ്റ്റിന്റെ ഈ ഒരു വേദിയിൽ വെച്ച് സാഹിത്യകാരൻ എന്ന നിലയിൽ, സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ, അതിലുപരിയായിട്ട് ഒരു ജ്ഞാനയോഗി എന്ന നിലയിൽ, കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രഭാഷകൻ എന്ന നിലയിൽ കടന്നുപോയ മഹാത്മാവിന്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ അഴീക്കോട് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള പ്രഭാഷണ പരമ്പര നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.